പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ വലിയ നിക്ഷേപങ്ങളാണ് ചൈന നടത്തിയിരുന്നത്. എന്നാൽ ബലൂച്ച് ലിബറേഷൻ ആർമി അവിടെ ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് ചൈനയ്ക്ക് തങ്ങളുടെ പദ്ധതികൾ പൂർത്തീകരിക്കാൻ സാധിക്കാതെ പാകിസ്ഥാനിൽ നിന്ന് പിൻവലിഞ്ഞ് പുറകിലേക്ക് പോകേണ്ടി വന്നു. ഈ ഒരു തക്കം മുതലാക്കി പാകിസ്ഥാനിലെ ചൈനീസ് കോൾ സെന്ററുകൾ അടക്കം പാകിസ്ഥാനിലെ അവിടെയുള്ള പ്രാദേശികരായിട്ടുള്ള ജനങ്ങൾ കൊള്ളയടിക്കുന്ന കാഴ്ചയും ചൈനയെ ഞെട്ടിച്ചിരുന്നു. ചൈനയ്ക്ക് അവിടെ കൃത്യമായി ഒരു തൊഴിലാളിയെ പോലും വിന്യസിക്കാൻ കഴിയാത്ത സാഹചര്യം, ചൈനീസ് തൊഴിലാളികളെ അവിടെ ബലൂചിസ്ഥാനിലടക്കം ആക്രമിക്കുകയും കൊന്നൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പാകിസ്ഥാനിൽ ചൈന തങ്ങളുടെ സൈന്യത്തെ വിന്യസിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സംഭവം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങളിലേക്കും സംഘർഷങ്ങളിലേക്കും പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ബലൂചിസ്ഥാനിലെ പൗരന്മാർ ആവർത്തിച്ച് ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇത് പാകിസ്ഥാൻ സർക്കാരിന്റെ ബുദ്ധിമുട്ടുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബലൂച്ച് TTP ഭീകരാക്രമണങ്ങൾ ചൈനയും നടുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ചൈന ആദ്യമായി പാകിസ്ഥാനിൽ സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. സ്വകാര്യ സുരക്ഷാ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനെന്ന പേരിൽ CPEC പദ്ധതിക്കും ചൈനീസ് പൗരന്മാരുടെ സംരക്ഷണത്തിനുമായി ചൈന പാകിസ്ഥാനിൽ സൈന്യത്തെ വിന്യസിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. CPEC പദ്ധതിയിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയർമാർക്കും ജീവനക്കാർക്കും സുരക്ഷ നൽകുന്നു എന്ന പേരിലാണ് ചൈന അവിടെ സൈന്യത്തെ കൊണ്ടുവന്നിട്ടുള്ളതെങ്കിലും ഇത് ബലൂച്ച് ലിബറേഷൻ ആർമിയെ നേരിടാനാണ് ചൈനീസ് സേന അവിടെ എത്തിയത് എന്ന അടക്കം പറച്ചിലുകളും ഇപ്പോൾ പാക് മാധ്യമങ്ങളിലുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും അടുത്തിടെ പാകിസ്ഥാൻ സർക്കാരുമായി ചൈന ഒരു കരാറിൽ ഒപ്പുവെച്ചിരുന്നു. അതായത് ജീവനക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കിക്കൊള്ളാമെന്ന കരാറാണ്. ആ കരാർ പ്രകാരമാണ് ഇങ്ങോട്ടേക്ക് സൈന്യം എത്തിയത് എന്നും പറയപ്പെടുന്നുണ്ട്. ചൈനീസ് സൈന്യത്തെ വിന്യസിച്ചതിൽ പാകിസ്ഥാൻ സർക്കാരിന് കനത്ത അമർഷമുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അതായത് പാകിസ്ഥാനെ ഓവർടേക്ക് ചെയ്ത് ചൈന പാകിസ്ഥാനിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അങ്ങനെയാണ് ചൈന പല രാജ്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തെ പോലും കവച്ചു വെച്ചുകൊണ്ട് ചൈനീസ് സൈന്യം അവിടെ വന്നിറങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള അമർഷം പാകിസ്ഥാനുണ്ട്. ചൈന പാകിസ്ഥാനിൽ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ ലോകമെമ്പാടും പരന്നതോടുകൂടി പാകിസ്ഥാൻ ഇത് വലിയ നാണക്കേട് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഈ കാര്യം ഇന്ത്യൻ മാധ്യമങ്ങളിലും പുറത്തു വന്നതോടുകൂടി പാകിസ്ഥാൻ സർക്കാരിന് ഈ കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ട ഒരു ഗതികേടാണ് നിലവിൽ വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് ഈ റിപ്പോർട്ടുകളെല്ലാം നിഷേധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവയെ വ്യാജ വാർത്തകൾ എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ വിളിച്ചിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ചൈന അവിടെ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം സ്ഥിരീകരിക്കുന്ന കാര്യമാണ്. ചൈനീസ് സൈന്യത്തെ വിന്യസിച്ചുവെന്ന വാർത്തകൾ തെറ്റാണെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. പാകിസ്ഥാൻ ചൈനീസ് സൈനികരെ വിന്യസിച്ചിട്ടില്ല. പാകിസ്ഥാൻ സർക്കാരാണ് ഇത് പറയുന്നത്. ബലൂച്ചിനും TTPക്കുമെതിരെ പാകിസ്ഥാൻ സൈന്യത്തിന് 2 പ്രധാന ഓപ്പറേഷനുകൾ നടത്തേണ്ടി വന്നിട്ടുണ്ട്. സുരക്ഷ ഒരുക്കുന്നതിൽ പരാജയപ്പെട്ടതിനാൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രശസ്തിക്ക് തിരിച്ചടി നേരിട്ടതായി വിദഗ്ധർ പറയുന്നു. എന്നാൽ പാകിസ്ഥാൻ സൈന്യം ഇപ്പോൾ കാര്യക്ഷമമായി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. പാകിസ്ഥാനിൽ ചൈനീസ് സൈന്യത്തെ വിന്യസിക്കാനുള്ള പദ്ധതികൾ ചൈന ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്നുള്ളതാണ് വേറൊരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ബലൂച്ച് അടുത്തിടെ തങ്ങളുടെ ഒരു ബസ് പൊട്ടിത്തെറിച്ച് 90 സൈനികരെ കൊന്നതായി അവകാശപ്പെട്ട സമയത്താണ് ചൈന തങ്ങളുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അവിടെ വിന്യസിക്കാൻ തീരുമാനമെടുത്തത്. പാകിസ്ഥാന്റെ ജാഫർ എക്സ്പ്രസ് തട്ടിക്കൊണ്ടുപോയി 214 പാകിസ്ഥാൻ സൈനികരെ അവിടെ ബലൂച്ച് ലിബറേഷൻ ആർമി വധിച്ചിരുന്നു. BLAയുടെ മജീദ് ബ്രിഗേഡ് അവകാശപ്പെട്ടിരുന്നു ഇങ്ങനെ തങ്ങളുടെ പദ്ധതി സംരക്ഷിക്കാൻ താർ കൽക്കരി ബ്ലോക്കിൽ ചൈന സൈനികരെ വിന്യസിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്ന് മനസ്സിലാകുന്നു. ഈ ഉത്തരവാദിത്തം 3 ചൈനീസ് സ്വകാര്യ സുരക്ഷാ ഏജൻസിക്കാണ് നൽകിയിരിക്കുന്നത്. ഡാവേ സെക്യൂരിറ്റി ഫ്രോണ്ടിയർ സർവീസ് ഗ്രൂപ്പ്, ചൈന ഓവർസീസ് ഗ്രൂപ്പ്, ഹുവാക്സ് ആൻഡ് ഷോങ് വാൻ സെക്യൂരിറ്റി സർവീസസ്, ഇങ്ങനെ 3 സർവീസസിനാണ് അവിടെ ഈ ഓപ്പറേഷന്റെ ഇത് നൽകിയിരിക്കുന്നത്. എന്തായാലും സിന്ധ് പ്രവിശ്യയിലും 60 ചൈനീസ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ പാകിസ്ഥാൻ വിന്യസിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. 60 ചൈനീസ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പാകിസ്ഥാനിൽ 30,000 ചൈനീസ് പൗരന്മാർ ജോലി ചെയ്യുന്നുണ്ട്. ഇനി ഈ പൗരന്മാരുടെ സുരക്ഷയുടെ ഉത്തരവാദിത്തം ചൈനീസ് സർക്കാരിന്റെ ഉദ്യോഗസ്ഥരുമായിരിക്കും. ഇത് ചൈനീസ് പൗരന്മാർക്കും പുറത്തു നിന്നുള്ളവരുമായുള്ള സമ്പർക്കം കുറയ്ക്കും. അതായത് ചൈനീസ് പൗരന്മാരും പാകിസ്ഥാൻ പൗരന്മാരുമായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കുമെന്നും ചൈന ഇപ്പോൾ കരുതുന്നു. തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കുന്നതിനായി PLA യൂണിറ്റുകളെ വിന്യസിക്കാൻ ചൈന മുമ്പ് പാകിസ്ഥാനിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. എന്നാൽ അപമാനം ഭയന്ന് പാകിസ്ഥാൻ അത് നിരസിക്കുകയായിരുന്നു. പാകിസ്ഥാൻ സർക്കാരിന് പ്രശ്നങ്ങൾ വർദ്ധിക്കുന്ന ബലൂച്ച് ആക്രമണത്തിൽ ചൈന വലിയ രീതിയിലുള്ള പിരിമുറുക്കം നേരിട്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ചൈന അങ്ങോട്ട് നേരിട്ട് സൈന്യത്തെ വിന്യസിക്കാനുള്ള തീരുമാനമെടുത്തത്. അത് പാകിസ്ഥാന് അതിലും വലിയ നാണക്കേടായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്തകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. ലോകരാജ്യങ്ങൾ അങ്ങനെയാണ് അതിനെ കാണുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.